ഹായ്, ഞാൻ ഷെറിൻ. ഞാൻ തിരുമല പെരുകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. റോഡിൽ നിന്നും മാറി ആകപ്പാട് 200 മീറ്റർ മാറിയാണ് നമ്മുടെ ഈ പ്ലോട്ട് ഉള്ളത്. സോ നമുക്ക് നമ്മുടെ പ്ലോട്ടിലേക്ക് പോവാം. സോ ഇതാണ് നമ്മുടെ പ്ലോട്ടിലേക്ക് പോവേണ്ട വഴി. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് റോഡ് പരിചയപ്പെടാം. സോ ഇതെന്ന് പറയുമ്പോഴത്തേക്കും തിരുമല പോകുന്ന വഴിയും അപ്പുറത്തെ സൈഡെന്ന് പറയുമ്പോഴത്തേക്കും പാപ്പനംകോട് പോകുന്ന വഴിയായിട്ടാണ് വരുന്നത്. സോ നമ്മുടെ പ്ലോട്ടിലേക്ക് പോകുന്ന വഴിക്ക് മുമ്പായിട്ട് ഒരു ആർച്ച് നമുക്ക് കാണാം. ശ്രീഭദ്ര ദേവി ക്ഷേത്രത്തിൻ്റെ ഒരു ആർച്ചും അതിനോടൊപ്പം തന്നെ ഒരു റെസിഡൻസ് അസോസിയേഷനും ഉണ്ട്. മിത്ര റെസിഡൻസ് അസോസിയേഷൻ എന്നാണ് ഈ അസോസിയേഷൻ്റെ പേര്. സോ ഇവിടെ നിന്ന് നമുക്കൊരു 50 മീറ്ററോളം മാത്രം നമ്മുടെ പ്ലോട്ടിലേക്ക് പോയാൽ മതി. സോ അതിന് മുമ്പായിട്ട് ഒരു ബാഡ്മിൻ്റൺ കോർട്ടും ഉണ്ട്. അപ്പോൾ ബാഡ്മിൻ്റൺ പ്ലേയേഴ്സിന് ഏറ്റവും കൂടുതലും വേറൊരു കോർട്ടും തേടി പോകേണ്ട ആവശ്യമില്ല, തൊട്ടടുത്ത് തന്നെ ഒരു കോർട്ടും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലോട്ടിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് പോവേണ്ട വഴിയാണിത്. സോ ഓൾറെഡി ഈ ഒരു വഴി എന്ന് പറയുമ്പോഴത്തേക്കും 4 മീറ്റർ ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്കിവിടെ ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു പഞ്ചായത്ത് കുളം തന്നെയാണ്. കാര്യം നല്ല ഒരു ഗ്രാമീണ ഭംഗി എന്ന് പറയുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ നല്ല രീതിക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഈവനിങ് ഒക്കെ വന്ന് കുറച്ച് വൈബ് അടിക്കാനും പിന്നെ ഫിഷിംഗ് ഒക്കെ താല്പര്യമുള്ളവർക്ക് ഫിഷിംഗ് ചെയ്യാനും പറ്റിയ നല്ലൊരു ഏരിയയാണ് ഈ നമ്മുടെ ഈ കുളം. സോ 4 മീറ്റർ വീതിയാണ് ഈ പറയുന്ന ഈ നമ്മുടെ പ്ലോട്ടിലേക്ക് പോകേണ്ട വഴിക്കുള്ളത്. പിന്നെ ഇവിടെ നിന്ന് 65 മീറ്ററോളമാണ് വരുന്നത് നമ്മുടെ പ്ലോട്ടിലേക്ക് പോകേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ. ഓൾറെഡി നല്ലൊരു ടാറിങ്ങും കാര്യങ്ങളും ആയതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ കൂടെ തന്നെയാണ് പ്ലോട്ടിലേക്കുള്ള എല്ലാ പൈപ്പ് ലൈനും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലോട്ട് കണ്ടാലോ. സോ ഇതാണ് നമ്മുടെ പ്ലോട്ട്. സോ ഇതാണ് ആദ്യത്തെ പ്ലോട്ട് വരുന്നത്. ഇവിടെ 8ഓളം പ്ലോട്ടുകളുണ്ട്. ആ 8ഓളം പ്ലോട്ടിൽ 2 എണ്ണം ഓൾറെഡി സെയിലായിട്ടുണ്ട്. സോ ഓൾറെഡി ഇതിവിടെ ബൗണ്ടറിയും കാര്യങ്ങളൊക്കെ തിരിച്ചിട്ടുണ്ട്. ഓൾറെഡി തന്നെ വെള്ളത്തിൻ്റെ കണക്ഷൻ പോലും ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല കാറ്റും എല്ലാം നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ആ ഒരു പ്രോപ്പർട്ടി വേണ്ട, അതായത് ആ ഒരു പ്ലോട്ട് മാത്രം 10 സെൻറ്റ് എന്തോ ഉണ്ട്. അപ്പം നമ്മുടെ ആവശ്യകത അനുസരിച്ച് അവർ 5 സെൻറ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലോട്ട്. നമുക്കിനി നമ്മുടെ അടുത്ത രണ്ടാമത്തെ പ്ലോട്ടിലേക്ക് പോകാം. അപ്പോൾ ഓൾറെഡി നമുക്ക് കാണാൻ പറ്റും നല്ല രീതിക്കും ടാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഒരു പ്ലോട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ വഴിയുടെ ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല. ഡയറക്റ്റായിട്ട് നമുക്ക് നല്ല രീതിക്ക് പോകാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്ലോട്ട് വരുന്നത്. ഇവിടെയും അതേപോലെ തന്നെ ബൗണ്ടറിയും കാര്യങ്ങളും പിന്നെ വെള്ളത്തിൻ്റെ പൈപ്പ് ലൈനും കണക്ഷൻസ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ എന്താ പറയുക, ഇവിടെ തന്നെ നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ വെച്ച് താമസിക്കാൻ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. കാരണം നല്ല രീതിക്ക് കാറ്റുണ്ട്. പിന്നെ ആ ഒരു കുളം തന്നെ നല്ല രീതിക്ക് നല്ല രസമാണ് ആ ഒരു കുളം തന്നെ. പിന്നെ സിറ്റിയിൽ നിന്ന് മാറി, വലിയതായിട്ട് ഉള്ളിലോട്ടല്ലെങ്കിലും സിറ്റിയിൽ നിന്ന് മാറി കുറച്ച് സമാധാനം ആഗ്രഹിച്ച് വീടൊക്കെ വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പ്ലോട്ട് ഓപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഓൾറെഡി തന്നെ ഈ 2 പ്ലോട്ടും സെയിലായി കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള പ്ലോട്ടെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഏരിയയിലുള്ള പ്ലോട്ടുകളാണ്. സോ ഇതാണ് റിമൈനിങ് പ്ലോട്ട്സ്. സോ ഇതും ഇവിടത്തെയൊക്കെയാണ് റിമൈനിങ് പ്ലോട്ട്സ്. അത് ലാസ്റ്റത്തെ ഒരു പ്ലോട്ടാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന്. അപ്പം ഏറ്റവും കൂടുതൽ കമൻറ്റ് സെക്ഷനിൽ വരുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ കയ്യിൽ നിന്നിട്ട് ഈ പ്രൈസ് പറയുവാണെന്നാണ് ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ അല്ല, കറക്റ്റ് ഡയറക്റ്റ് ഓണർ നമ്മുടെ അടുത്ത് പറയുന്ന ആസ്കിംഗ് പ്രൈസാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. സോ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ഡയറക്റ്റ് ഓണറിനെ കോൺടാക്ട് ചെയ്യാന്നുള്ളതാണ്. സോ ഈ ഒരു പ്ലോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും 12 മീറ്ററോളം വരുന്ന ഒരു റീറ്റൈനിങ് ബോളാണ് ഇവരിവിടെ പണിയിച്ചിരിക്കുന്നത്. പിന്നെ ഒരു സെൻറ്റിന് ഇവർ ചോദിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും 5.25 ലക്ഷം രൂപയാണ്. അത് തികച്ചും നെഗോഷ്യബിളാണ്. പിന്നെ തൊട്ടടുത്ത് തന്നെ എയർപോർട്ട് വരുന്നത് 13 കിലോമീറ്ററും അതേപോലെ തന്നെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് 8 കിലോമീറ്ററിൻ്റെ അകത്താണ്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഗവൺമെൻറ് സ്കൂൾസും പ്രൈവറ്റ് സ്കൂൾസും അതേപോലെ തന്നെ ഹോസ്പിറ്റൽസും തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത്. സോ ഇതൊരു കരഭൂമിയാണ്. സോ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഇത്രയും ആക്സസിബിലിറ്റി ഒരു ഫെസിലിറ്റീസും ഉള്ളൊരു ഏരിയ സത്യം പറഞ്ഞാൽ നമുക്ക് വേറെ കിട്ടത്തില്ല. കാര്യം ഹോസ്പിറ്റൽസ് ആയാലും എയർപോർട്ട് ആയാലും റെയിൽവേ സ്റ്റേഷൻ ആയാലും തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ സ്കൂൾസും എല്ലാം അടുത്ത് തന്നെയാണ്. സോ ഈ ഒരു ഡീൽ സത്യം പറഞ്ഞാൽ നല്ലൊരു ഡീലാണ്. സോ നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ഓണറുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഈ ഒരു ഡീൽ ഉറപ്പിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.